എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചൊവ്വയുടെ രാശിമാറ്റത്തെ പറ്റിയാണ് പറയുന്നത്. ജനുവരി 16 ചൊവ്വ തൻ്റെ ഉച്ചരാശിയായ മകരത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ചൊവ്വയുടെ ഈ രാശിമാറ്റം ധൈര്യം, ഊർജം, പ്രവർത്തനം എന്നിവയൊക്കെ സ്വാധീനിക്കുകയും ഓരോ രാശിക്കാർക്കും വ്യത്യസ്ത ഫലങ്ങൾ നൽകുന്നതുമാണ്. ഈ രാശിമാറ്റങ്ങൾ ഓരോ വ്യക്തികളുടെയും ജാതകത്തെയൊക്കെ ആശ്രയിച്ച് വ്യത്യസ്ത ഫലങ്ങളൊക്കെ നൽകുന്നതാണ്. പൊതുവായി ചൊവ്വയുടെ രാശിമാറ്റത്തിൽ ഓരോ കൂറുകാർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ഫലങ്ങളെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ വീഡിയോയുടെ അവസാനം ചൊവ്വാഗ്രഹത്തിന് പ്രീതി വരുത്തുവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നും പറയുന്നതാണ്. അതിനാൽ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ രാശിമാറ്റം മൂലം എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെപ്പറ്റി നോക്കാം. മേടക്കൂറിൻ്റെ അധിപ ഗ്രഹമാണ് ചൊവ്വ. അതിനാൽ ചൊവ്വയുടെ ഈ ഉച്ചസ്ഥിതി മേടക്കൂറുകാരുടെ മാനസികാവസ്ഥയൊക്കെ വളരെയധികം ഉന്നതിയിലൊക്കെ എത്തിക്കുന്നതാണ്. 10-ാം ഭാവത്തിലാണ് ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ തൊഴിലിലൊക്കെ ഒരു പ്രത്യേകം ശ്രദ്ധയൊക്കെ പതിപ്പിക്കേണ്ടതാണ്. ആത്മവിശ്വാസമൊക്കെ നിങ്ങളുടെയൊക്കെ ഉയരുന്നതാണ്. സമൂഹത്തിൽ നിന്നൊക്കെ സ്വീകാര്യതയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ കരാറൊക്കെ അടിസ്ഥാനത്തിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും വളരെയധികം ഗുണകരമാണ്. കരാറിലൊക്കെ മത്സരമൊക്കെ ഉണ്ടാകുന്നതുമാണ്. പുതിയ ഉദ്യോഗമൊക്കെ തേടുന്നവർക്കാണെങ്കിൽ അവർക്ക് അർഹതയ്ക്കുള്ള ജോലി കിട്ടാനുള്ളയൊക്കെ സാധ്യത വളരെയധികം കൂടുതലാണ്. രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ വളരെയധികം ഗുണകരമാണ്. രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മത്സരങ്ങളെയൊക്കെ നേരിടുന്നവരാണെങ്കിൽ ഈ സമയത്ത് വിജയിക്കുന്നതുമാണ്. എന്ത് ബുദ്ധിമുട്ടുകളുണ്ടായാലും അതിനെയൊക്കെ മുൻകൂട്ടി പ്രതിരോധിക്കാനും സാധിക്കുന്നതാണ്. ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് കരുതലോടുകൂടിയൊക്കെ പ്രവർത്തിക്കേണ്ട സമയമാണ്. അതുപോലെ ബിസിനസ്സിലൊക്കെ പാർട്ട്ണർമാരെയൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ശ്രദ്ധയൊക്കെ വേണ്ടതാണ്. മേടക്കൂറുകാർക്ക് കുടുംബ ബന്ധങ്ങളിലെ സംഘർഷമൊക്കെ വരാതിരിക്കാൻ വേണ്ടി ആത്മസംയമനമൊക്കെ പാലിക്കേണ്ടത് വളരെയധികം അനിവാര്യമാണ്. ധനസ്ഥിതി ഗുണകരമാകുന്ന ഒരു സമയമാണ് ചൊവ്വയുടെ ഈ രാശിമാറ്റം മൂലം. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറുകാർക്ക് ചൊവ്വ 9-ാം ഭാവത്തിലാണ് ഉച്ചസ്ഥിതി ആകുന്നത്. അനുകൂല ഫലങ്ങളൊക്കെ ഭവിക്കുന്നതാണ്. എന്നാൽ ദോഷവശങ്ങളും ഉണ്ടാകുന്നതാണ്. നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടല്ലാതെ ഭാഗ്യം കൊണ്ടൊക്കെ പല നേട്ടങ്ങളും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. പദവികളൊക്കെ നേടാൻ സാധിക്കുന്നതാണ്. മത്സരങ്ങളിലൊക്കെ എതിരാളികളെയൊക്കെ തോൽപ്പിച്ച് വിജയിക്കാനാകുന്ന ഒരു അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. പിതാവിനും സ്ഥാനമാനങ്ങൾക്കൊക്കെ അർഹത ഉണ്ടാകുന്നതാണ്. ജോലിയിലൊക്കെ ഉദ്യോഗക്കയറ്റമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. എന്നാൽ പല കാര്യങ്ങൾക്കും നിങ്ങൾ തിടുക്കം കാട്ടുന്നത് അത്രയൊരു ഗുണകരമായിരിക്കില്ല. നമ്മുടെ സ്വന്തമായ കഴിവുകളൊക്കെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു അവസരമൊക്കെ വന്നു ചേരുന്നതാണ്. പൂർവിക സ്വത്തൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ നീണ്ടുപോയേക്കാം. തീർത്ഥാടനത്തിനൊക്കെയുള്ള അനുകൂലമായ സമയമാണ്. സാമ്പത്തികമായിട്ട് സമ്മിശ്രമായ ഒരു ഫലമായിരിക്കും ഈ കാലത്ത് നിങ്ങൾക്കുണ്ടാകുന്നത്. സഹോദരന്മാരെയൊക്കെ സഹായിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്തെങ്കിലും വാഗ്ദാനമൊക്കെ ആർക്കെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പാലിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ക്ലേശിക്കേണ്ടി വരുന്നതാണ്. അതുപോലെ ഉറക്കത്തിൻ്റെ കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്. ഉറക്കം കുറയുന്ന ഒരു സമയമാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മകയിരത്തിൻ്റെ അവസാനത്തെ 1/4 ഭാഗം, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം എന്നീ നക്ഷത്രത്തിൽ വരുന്നവർക്ക് ചൊവ്വ അവരുടെ അഷ്ടമത്തിലാണ് ഉച്ചനാകുന്നത്. അഷ്ടമത്തെ അനിഷ്ടഭാവത്തിലായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ ദോഷഫലങ്ങൾക്കൊപ്പം നേട്ടങ്ങളും കൂടി നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. മൃഗങ്ങളിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു ഭയം ഉണ്ടായേക്കാം. കർഷകരൊക്കെ അതൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ കള്ളന്മാരുടെ ശല്യം ഉണ്ടാകാവുന്നതാണ്. വസ്തുവൊക്കെ ക്രയവിക്രയം ചെയ്യുന്ന സമയമാണെങ്കിൽ ഈ സമയത്ത് അല്പം തടസ്സമൊക്കെ ചിലപ്പോൾ നേരിട്ടേക്കാം. സാമ്പത്തികമായിട്ടുള്ള ചിലവൊക്കെ കൂടുന്ന ഒരു സമയമാണ്.
ആഡംബരത്തിനൊക്കെ വേണ്ടിയുള്ള ചിലവുകൾ കുറയ്ക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ സഹോദരന്മാരായിട്ടൊക്കെ ഇടപെടുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. സഹോദരന്മാരുമായിട്ടൊക്കെ പിണങ്ങാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകാം. എന്തെങ്കിലും രോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ സമയം ആശ്വസിക്കാവുന്ന ഒരു സമയമാണ്. അതുപോലെ ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ കെട്ടിടമൊക്കെ പണിയുന്നവരാണെങ്കിൽ ആ കെട്ടിടത്തിന് എന്തെങ്കിലും നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാവുന്ന ഒരു സമയം കൂടിയാണ്. കടബാധ്യതകളൊക്കെ കൂടാതിരിക്കാൻ ഒരു പ്രത്യേക ജാഗ്രതയൊക്കെ വേണ്ട സമയമാണ്. അതുപോലെ സ്വർണ്ണാഭരണമൊക്കെ പണയം വെക്കുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ കൂടുതൽ പണമൊക്കെ ലഭിക്കുന്ന സമയം കൂടിയാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് ചൊവ്വ 7-ാം ഭാവത്തിലാണ് ഉച്ചസ്ഥിതിയിലാകുന്നത്. അതിനാൽ ദാമ്പത്യപരമായിട്ടൊക്കെ അല്പം ശ്രദ്ധ വേണ്ടുന്ന ഒരു സമയമാണ്. ചെറിയ ചെറിയ ദാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതൊക്കെ ചെറിയ പിണക്കത്തിലേക്കൊക്കെ നയിക്കാവുന്നതുമാണ്. കൂട്ടുകച്ചവടമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അല്പം ശ്രദ്ധയൊക്കെ വേണ്ട ഒരു സമയമാണ്. കൂട്ടുകച്ചവടത്തിൽ നിന്നൊക്കെ പിന്മാറാനും ഒക്കെ സാധ്യതയുണ്ട്. ഔദ്യോഗികമായിട്ടൊക്കെ ഉദ്യോഗ സംബന്ധമായിട്ട് വേറെ ദിക്കുകളിലൊക്കെ താമസിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് അവർ ഒന്നിച്ചു കഴിയുന്നതിന് വേണ്ടി സ്ഥലം മാറ്റത്തിനൊക്കെ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ അല്പം വൈകുന്നതാണ്. പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരു അവസരമൊക്കെ വന്നു ചേരുന്നതാണ് ഈ സമയത്തെ. സ്വകാര്യ സ്ഥാപനത്തിൽ ഒക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഈ സമയത്തൊരു സ്വതന്ത്ര ചുമതലയൊക്കെ ലഭിക്കുന്നതാണ്. വിദേശത്തൊക്കെ ഉപരിപഠനത്തിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്കൊക്കെ നല്ല സമയമാണ്. വീട് പണിയൊക്കെ തടസ്സപ്പെട്ടൊക്കെ കിടക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് ആ തടസ്സമൊക്കെ നിങ്ങളുടെ മാറുന്നതാണ്. വാഹന സംബന്ധമായിട്ട് ചിലവൊക്കെ കൂടുന്ന ഒരു സമയമാണ്. ലവ് റിലേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് അവർക്കിടയിലൊരു അല്പം ഈഗോ ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. എന്താണെങ്കിലും സ്വന്തം കാര്യത്തിൽ ഒരു ഉറച്ചു നിൽക്കാൻ അല്പം പ്രയാസപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം വരുന്ന ചിങ്ങക്കൂറുകാർക്ക് 6-ാം ഭാവത്തിലാണ് ചൊവ്വ ഉച്ചൻ ആകുന്നത്. ഏറ്റവും അനുകൂലമായൊരു ഫലം കിട്ടുന്ന കൂറിൽ ചിങ്ങക്കൂറുകാരുമുണ്ട്. അവർക്ക് അപ്രതീക്ഷിതമായിട്ട് ധനയോഗമൊക്കെ ഉണ്ടായേക്കാം. തൊഴിലില്ലാത്തവർക്കാണെങ്കിൽ പുതിയ തൊഴിലിലൊക്കെ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റമോ വേതന വർധനവോ അതുപോലെ സ്വതന്ത്ര ചുമതലയോ ഒക്കെ ലഭിക്കാവുന്നതാണ്. എതിർപ്പുകളെയൊക്കെ നേരിടാൻ സാധിക്കുന്നതാണ്. ജനങ്ങളിൽ നിന്നുള്ള പിന്തുണയൊക്കെ വളരെയധികം കൂടുന്ന ഒരു സമയം കൂടിയാണ്. സ്വന്തമായിട്ടൊക്കെ സംരംഭങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ ബാങ്കിലൊക്കെ വായ്പയ്ക്കൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ആ വായ്പയൊക്കെ ലഭിക്കുന്നതാണ്. സർക്കാരിൽ നിന്നും ലൈസൻസ് അതുപോലുള്ള അനുമതികളൊക്കെ കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. ഭൂമിയിൽ നിന്നൊക്കെ അവർ കരുതിയതിലും കൂടുതൽ ആദായമൊക്കെ വന്നെത്തുന്നതാണ്. വ്യവഹാരങ്ങളൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ ആ വ്യവഹാരങ്ങളിലൊക്കെ അനുകൂല വിധിയൊക്കെ ഉണ്ടാകുന്നതാണ്. വസ്തുവോ വീടോ ഒക്കെ വാങ്ങാനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് അവരുടെ ശ്രമമൊക്കെ വിജയിക്കുന്നതാണ്. ലവ് റിലേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് വീട്ടുകാരുടെ അംഗീകാരമൊക്കെ കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തികമായിട്ട് വളരെയധികം ഗുണം ഉണ്ടാകുന്ന സമയം കൂടിയാണ്. ഇത് കന്നിക്കൂറാണ്. ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി ഭാഗം. 5-ാം ഭാവത്തിലാണ് ചൊവ്വ ഉച്ചസ്ഥിതനാകുന്നത്. നിർബന്ധ ബുദ്ധികളൊക്കെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് ഒരു സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഈ സമയത്ത് ഉണ്ടാകുന്നത്. പുതിയ പ്രൊജക്റ്റുകളൊക്കെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അല്പം തടസ്സങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം. നാട്ടിലേക്കൊക്കെ സ്ഥലം മാറ്റമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ജോലിക്കാരാണെങ്കിൽ അവർക്ക് ആ കാത്തിരിപ്പ് കുറച്ച് നാളിലൂടെ തുടരേണ്ടി വരുന്നതാണ്. അതുപോലെ സന്താനങ്ങളില്ലാതെ സന്താനപ്രാപ്തിക്കായിട്ടൊക്കെ നടത്തുന്ന ചികിത്സകളൊക്കെ ഫലവത്താകുന്ന സമയം കൂടിയാണ്. സഹോദരർക്കൊക്കെ ഗുണാനുഭവങ്ങളൊക്കെ വന്നെത്തുന്ന സമയമാണ്. ഭൂമിയൊക്കെ വിൽപ്പനയ്ക്കൊക്കെ വെച്ചിരിക്കുന്നവരാണെങ്കിൽ ആ വിൽപ്പനയിൽ കൂടുതൽ ധനമൊക്കെ കിട്ടുന്നതാണ്. അതുപോലെ മക്കളുടെ ഉപരിപഠനത്തിലെ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലുള്ള ജീവിത ശൈലി രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഈ സമയത്ത് നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നതാണ്. ദാമ്പത്യ ബന്ധത്തിൽ അല്പം ശ്രദ്ധിക്കണം. ചിലവൊക്കെ കൂടുന്നതിനാൽ സാമ്പത്തിക പിരിമുറുക്കമുണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തീർത്ഥാടന
പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള യോഗവും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. അടുത്ത തുലാക്കൂറാണ്. ചിത്രയുടെ ആദ്യത്തെ പകുതി ഭാഗം, ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന തുലാക്കൂറുകാർക്ക് ചൊവ്വ 4-ാം ഭാവത്തിലാണ് ഉച്ചനാകുന്നത്. 4-ാം ഇടം കൊണ്ട് മനസ്സ്, ദേഹം, സുഹൃത്തുക്കളെ, വാഹനം, ഭൂമിയൊക്കെ ചിന്തിക്കുന്നതാണ്. ഇക്കാര്യത്തിൽ ചിലതൊക്കെ ഗുണകരമാകുന്നതാണ്. മനഃശക്തിയൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ഭയരഹിതമായിട്ട് എന്ത് പ്രവൃത്തിയിലും മുഴുകാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുപോലെ ജോലി സ്ഥലത്തൊക്കെ വളരെ കഠിനമായ ദൗത്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏൽക്കേണ്ടതായി വരുന്നതാണ്. എന്ത് കഠിനമായ ദൗത്യങ്ങളുണ്ടായാലും ഈ സമയത്ത് നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിയുകയും ഇല്ല. മാതാവിൻ്റെ എന്തെങ്കിലും അസുഖമൊക്കെയുള്ള മാതാവാണെങ്കിൽ ആ മാതാവിൻ്റെ അസുഖത്തിനൊക്കെ ചികിത്സയൊക്കെ ഫലവത്താകുന്നതാണ്. പുതിയ വാഹനമൊക്കെ വാങ്ങാനും സാധ്യതയുണ്ട്. പണയത്തിലിരുന്ന വസ്തുവൊക്കെ വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്. സുഹൃത്തുക്കളുടെയൊക്കെ ബിസിനസ്സിൽ കൂട്ടുചേരുന്നതാണ്. യാത്രകളൊക്കെ കൊണ്ട് നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. ഈ സമയത്ത് ബിസിനസ്സിലൊക്കെ പുരോഗതി ഉണ്ടാകുന്നതാണ്. ബന്ധുക്കളുടെയൊക്കെ സഹായവും ലഭിക്കുന്നതാണ്. പുതിയ വീടൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് പുതിയ വീടൊക്കെ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത വൃശ്ചികക്കൂറാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽ ഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രത്തിൽ വരുന്ന വൃശ്ചികക്കൂറുകാർക്ക് ചൊവ്വ 3-ാം ഭാവത്തിലാണ് ഉച്ച ആകുന്നത്. ചൊവ്വയുടെ ഏറ്റവും അനുകൂലമായ സ്ഥിതിയാണ് ഇത്, 3-ാം ഇടം. ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്നതാണ്. ന്യായമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയുന്നതാണ്. ജോലിയൊക്കെ തേടുന്നവർക്കാണെങ്കിൽ അവരുടെ അർഹതയ്ക്കൊത്ത അവസരമൊക്കെ കൈവരുന്നതാണ്. ഉദ്യോഗസ്ഥർക്കൊക്കെ പദവിയൊക്കെ ഉയരുന്നതാണ്. കടബാധ്യതകളൊക്കെ പരിഹരിക്കാൻ അവസരമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. മേലധികാരികളും സഹപ്രവർത്തകരും ഒക്കെ നമുക്ക് അനുകൂലമാകുന്ന ഒരു സമയം കൂടിയാണ്. സമൂഹത്തിൽ നിന്ന് മാന്യതയും ബഹുമാനവും ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ്. മത്സരങ്ങളിലെ എതിരാളികളെയൊക്കെ പരാജയപ്പെടുത്തി മുന്നിലെത്താൻ സാധിക്കുന്നതാണ്. വീട് വാങ്ങുവാനും നിർമ്മാണ പ്രവർത്തനം നടത്തുവാനും ഒക്കെയുള്ള ഒരു സന്ദർഭവും ഉണ്ടാകുന്നതാണ്. വ്യവഹാരങ്ങളിലൊക്കെ അനുകൂല വിധിയൊക്കെ നേടാൻ സാധിക്കുന്നതാണ്. കുടുംബജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാകുന്ന ഒരു സമയമാണ്. അടുത്ത ധനുക്കൂറ്. ധനുക്കൂറിൻ്റെ 2-ാം ഇടത്താണ് ചൊവ്വ ഉച്ചനാകുന്നത്. എന്നാൽ ധനപരമായിട്ടൊക്കെ ഉയർച്ച ഉണ്ടാകുന്നതാണ്. എവിടെ നിന്നെങ്കിലും കിട്ടാനുള്ള പണമൊക്കെ ലഭിക്കുന്നതാണ്. വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിലൊരു പ്രത്യേക ആജ്ഞാഭാവമൊക്കെ നിറയുന്ന സമയമാണ്. നിങ്ങൾക്ക് ഈ സമയത്ത് ചിലപ്പോൾ എതിർപ്പുകളും ഉണ്ടായേക്കാം. വാദപ്രതിവാദങ്ങളൊക്കെ ശക്തമാകുന്നതാണ്. ബിസിനസ്സിൽ തന്ത്രങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ അവസരങ്ങളൊക്കെ തുറന്നു കിട്ടുന്നതാണ്. സ്വകാര്യ സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനൊക്കെ സാധ്യതയുണ്ട്. പ്രണയ ജോഡികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ തർക്കങ്ങളൊക്കെ ഉണ്ടായേക്കാം ഈ സമയത്ത്. കുടുംബ ജീവിതത്തിൽ സാമാന്യമായ ഒരു സംതൃപ്തിയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഈ സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വേണം. ഇൻഷുറൻസിനും അതുപോലെ മറ്റ് കരുതലുകൾക്കുമൊക്കെ വേണ്ടി ധനം ചെലവഴിക്കേണ്ട അവസരവും ഉണ്ടാകുന്നതാണ്. അടുത്ത മകരക്കൂറാണ്. മകരക്കൂറിൻ്റെ ജന്മരാശിയിലാണ് ചൊവ്വയ്ക്ക് ഉച്ചം ഭവിക്കുന്നത്. പാപഗ്രഹങ്ങൾ ജന്മരാശിയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ അതുപോലെ ജന്മനക്ഷത്രത്തിലൂടെയുമൊക്കെ കടന്നു പോവുകയാണെങ്കിൽ ദോഷാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. ദേഹക്ലേശം അതുപോലെ മനോനിലയിൽ എന്തെങ്കിലും മാറ്റമൊക്കെ സംഭവിച്ചേക്കാം. വ്യക്തി ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും ചൊവ്വ ഉച്ചസ്ഥനായ ഗ്രഹമാകയാൽ നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ധനവരവൊക്കെ കൂടുതൽ ഉണ്ടാകുന്നതാണ്. കടബാധ്യതകളൊക്കെ പരിഹരിക്കുന്നതിനുള്ള ശ്രമമൊക്കെ വിജയിക്കുന്നതാണ്. അകന്നുപോയ ഉറ്റവരെ വീണ്ടും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുന്ന സമയമാണ്. ദൂരദേശ യാത്രകളിലെ തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതാണ്. മത്സരങ്ങളിലൊക്കെ വിജയം ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ്. സമൂഹത്തിൽ നിന്നും അംഗീകാരവും ഒക്കെ ഉണ്ടാകുന്നതാണ്. ആത്മവിശ്വാസത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തും വിജയത്തിലെത്തുന്നതാണ്. എന്നാൽ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അടുത്തത് കുംഭക്കൂറാണ്. ചൊവ്വ 12-ാം ഭാവത്തിലാണ് കുംഭക്കൂറിൻ്റെ ഉച്ചം വഹിക്കുന്നത്. 12-ാം ഇടം കൊണ്ട് യാത്രകളെ, പാപകർമ്മങ്ങളെ, വ്യയം, പതനം എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നതാണ് 12-ാം ഭാവം. അതിനാൽ ചിലവുകൾ, വിശേഷിച്ചും അനാവശ്യ ചിലവുകളൊക്കെ വർദ്ധിക്കുന്നതാണ്. അതുപോലെ സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊന്നും പറ്റാതിരിക്കാൻ ഒരു കരുതലൊക്കെ ഉണ്ടാകേണ്ടതാണ്. കടം വാങ്ങിയതിന്
നൽകിയ ഉറപ്പുകളൊക്കെ പാലിക്കാൻ കഴിയാതെ പലരും വിഷമിക്കുന്നതാണ്. കൂട്ടുകെട്ടുകൾ മൂലം ദോഷഫലങ്ങൾ ഉണ്ടായേക്കാം. ദുഷ്പ്രേരണകൾക്കൊക്കെ വിധേയരാകുന്നതാണ്. പെട്ടെന്നുള്ള യാത്രകളൊക്കെ ഉണ്ടാകുന്നതാണ്. ദേഹക്ലേശത്തിനും ഊർജ്ജ നഷ്ടത്തിനും ഒക്കെ കാരണമായേക്കാം. വസ്തു വിൽപ്പനയ്ക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് ആ വസ്തു വിൽപ്പനയ്ക്കൊക്കെ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം. എങ്കിലും ചൊവ്വ ഉച്ചഭാവത്തിലായകയാൽ ദോഷഫലങ്ങളൊക്കെ കുറയുന്നതാണ്. ചില ഗുണാനുഭവങ്ങളും കൂടി വന്നെത്തുന്നതാണ്. കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന പിന്തുണ നിങ്ങൾക്ക് ഒരു കരുത്തേകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത മീനക്കൂറാണ്. മീനക്കൂറിൻ്റെ 11-ാം ഭാവത്തിലാണ് ചൊവ്വ ഉച്ചം പ്രാപിക്കുന്നത്. അതിനാൽ അഭീഷ്ട സിദ്ധി ഉണ്ടാകുന്നതാണ്. ശത്രുക്കളെയൊക്കെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നതാണ്. തടസ്സങ്ങളില്ലാതെ ലക്ഷ്യപ്രാപ്തിയൊക്കെ കൈവരിക്കാൻ കഴിയുന്നതാണ്. പുതിയ ധനാഗമന മാർഗങ്ങളൊക്കെ തുറന്നു കിട്ടുന്നതാണ്. ബിസിനസ്സിലൊക്കെ ഒരു വളർച്ചയുടെ കാലമാണ്. വിപണി എങ്ങനെയാണ് അതറിഞ്ഞിട്ട് കൊണ്ടുള്ള നീക്കങ്ങളൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് നടത്താൻ കഴിയുന്നതാണ്. ഭൂമി വാങ്ങിക്കാനുള്ള തീരുമാനമൊക്കെ സഫലമായേക്കാം. പുതിയ ഗ്രഹങ്ങളൊക്കെ നിർമ്മിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ പ്രവൃത്തികളൊക്കെ ഈ സമയത്ത് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. വളരെ കാലമായിട്ടൊക്കെ നീണ്ടുപോയിരുന്ന നിയമയുദ്ധം, കോടതി കേസുകളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് അതിലൊക്കെ വിജയിക്കുന്നതാണ്. രോഗക്ലേശമൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ പുതിയ ചികിത്സയൊക്കെ കൊണ്ട് ഈ സമയത്ത് ഗുണമുണ്ടാകുന്നതാണ്. കലാപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഈ കലാരംഗത്ത് നിന്ന് എന്തെങ്കിലും പാരിതോഷികമൊക്കെ ലഭിക്കാവുന്ന സമയം കൂടിയാണ്. എവിടെയാണെങ്കിലും ഒരു നേതൃപദവിയൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് കൈവരുന്നതാണ്. മറ്റുള്ളവർ മടിച്ചു നിന്നിരുന്ന ദൗത്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് വിജയം ഉണ്ടാകുന്നതാണ്. പ്രണയം, ദാമ്പത്യം എന്നിവയിലൊക്കെ ഈ സമയത്ത് സ്വസ്ഥതയും പ്രതീക്ഷിക്കാവുന്നതാണ്. മീനക്കൂറുകാർക്ക് ഗുണകരമായ സമയമാണ്. ചൊവ്വയുടെ ദോഷഫലങ്ങൾ അകറ്റുന്നതിന് വേണ്ടി സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നത് ചൊവ്വയെ പ്രീതിപ്പെടുത്താനുള്ള ഒരു പ്രധാന വഴിയാണ്. സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അതുപോലെ ഹനുമാൻ സ്വാമിയെ ദർശിക്കുക. ചൊവ്വാഴ്ച ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കാം. രാത്രിയിൽ ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിക്കുക. രാത്രി ഉപ്പ് ചേർക്കാതെ ഭക്ഷണം കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. രാവിലെ കുളിച്ച് ക്ഷേത്രദർശനം നടത്തി അത് പൂർണ്ണമാക്കുക. അതുപോലെ സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ഓം നമ ഷൺമുഖായ വിദ്മഹേ ഷൺമുഖനാഥായ മഹി തന്നോ ഗണ പ്രചോദയാത് എന്ന സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം ജപിക്കുന്നതും ചൊവ്വയുടെ ദോഷങ്ങൾ മാറുന്നതിന് വളരെയധികം ഗുണകരമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.